ഓൺലൈനായിട്ട് പി ജി ചെയ്യാനുള്ളൊരു അവസരം വന്നിരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഈ വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഒക്കെ പി ജി ചെയ്യാനായിട്ട് നോക്കുന്നവരുണ്ടാവും, അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എന്തൊക്കെ കോഴ്സുകളാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ഫീസൊക്കെ എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ പരമാവധി വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. 4 കോഴ്സുകളാണ് തുടക്കത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA സോഷ്യോളജി, MA എക്കണോമിക്സ്. 4 MA പ്രോഗ്രാമുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫീസിൻ്റെ കാര്യത്തിൽ വളരെ കുറവാണ്. ഫീസിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഓരോ സബ്ജക്റ്റിനും ഓരോ സെമിസ്റ്ററിനും, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസും ട്യൂഷൻ ഫീസും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങൾക്കുള്ള നമ്പറും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതിനു മുന്നേ 2 സ്കീമിലാണ് ഈ ഒരു കോഴ്സ് നടത്തുന്നത്, അതായത് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഒരു സ്കീം എ അല്ലെങ്കിൽ സ്കീം ബി. അതിൽ ഒരു സ്കീം എന്ന് പറയുന്നത് ഫുള്ളി ഓൺലൈൻ, അതായത് ക്ലാസ്സും ഓൺലൈൻ ആയിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമും ഓൺലൈൻ ആയിരിക്കും. പിന്നെ ഒരു സ്കീം എന്ന് പറയുന്നത് ക്ലാസ് ഓൺലൈനും എക്സാം ഓഫ്ലൈനുമായിട്ടുള്ള ഒരു സ്കീം. ഇതിന് രണ്ടിനും ഒരു 1000 രൂപേൻ്റെ ഫീസ് ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ഏതിനാണ് 1000 രൂപ കൂടുതൽ, ഏതിനാണ് കൂടുതൽ കുറവുള്ളത് എന്നൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ഇതിനുള്ള വെബ്സൈറ്റ് എങ്ങനെയാണ്, ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള cdoe.uoc.ac.in എന്ന വെബ്സൈറ്റാണ് നമ്മൾ ഇതിനു വേണ്ടി ഓപ്പൺ ചെയ്യേണ്ടത്. ഇത് പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഓൺലൈൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിവിടെ വലതുവശത്ത് മുകളിൽ മെനു ഹൗസിൻ്റെ ഒക്കെ അടുത്ത് കാണാം അപ്ലൈ നൗ എന്ന് കാണാം. അപ്ലൈ നൗ എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പോവാം. പക്ഷേ ഇതിന് താഴെ ഇവിടെയൊക്കെ അപ്ലൈ നൗ എന്ന് കാണാം. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോഴ്സിൻ്റെ പേരുകൾ കാണാം. 4 PG പ്രോഗ്രാമുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. MA എക്കണോമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ MA ഹിസ്റ്ററി ഉണ്ട്, MA സോഷ്യോളജി, MA പൊളിറ്റിക്കൽ സയൻസ്. ഈ 4 കോഴ്സുകൾക്കും ആണ് ഇപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു MA എക്കണോമിക്സിനോ അല്ലെങ്കിൽ MA സോഷ്യോളജിക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ അവിടെ പോയിട്ടുള്ള അപ്ലൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ അപ്ലൈ നൗ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക. ഫ്രഷർ സ്റ്റുഡൻറ്റ് ഓർ രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ്, ഇങ്ങനെ 2 ഇത് വരും. അപ്പോൾ നമ്മൾ എന്തായാലും പുതിയ സ്റ്റുഡൻ്റ് ആണ്. ഈ കോഴ്സ് ഇങ്ങനെ ഒരു സംരംഭം, ഇതൊരു പുതിയ ഇതായതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രഷർ ആയിരിക്കും. അപ്പോൾ ഫ്രഷ് സ്റ്റുഡൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫ്രഷ് സ്റ്റുഡൻറ്റിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതും ആദ്യമായിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂ രജിസ്ട്രേഷൻ എന്നിവിടെ ഈ വിൻഡോന്റെ മുകളിൽ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ സമയത്ത് നമുക്കിവിടെ ഒരു ചെറിയ പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് അതിൽ 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഫോട്ടോ വേണം, അതുപോലെ തന്നെ നമുക്കൊരു വാലിഡ് ഇമെയിൽ ID വേണം, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ അല്ലെങ്കിൽ മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ വേണം, അതുപോലെ തന്നെ നമുക്കൊരു വാലിഡ് മൊബൈൽ നമ്പറും നമ്മുടെ കയ്യിൽ വേണം. അത് വായിച്ചതിന് ശേഷം ഒന്ന് ടിക്ക് ഇട്ടതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇനിയുള്ളത് രജിസ്ട്രേഷൻ ഫോമാണ്. ഈ ഫോമിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ പേര്, അപ്ലിക്കൻ്റ് ഫുൾ നെയിം എന്നുള്ളിടത്ത് നമ്മുടെ ഫൈനൽ സർട്ടിഫിക്കറ്റ്സുകളിലൊക്കെ എങ്ങനെയാണോ ഉള്ളത്, കറക്റ്റായിട്ട് എങ്ങനെയാണോ ഉള്ളത് എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തെറ്റാതെ അത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ അപ്ലിക്കൻ്റ് നെയിം ഓൺ സ്റ്റുഡൻസ് മാർക്ക് ഓർ ലീവിങ് സർട്ടിഫിക്കറ്റ്, അതായത് 10th അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രീൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ പേരുള്ളത് അതുപോലെ ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ബുള്ളറ്റ് ആയിട്ടാണ് കാണുക, അത് വിസിബിൾ ആയിരിക്കില്ല.
അപ്പോൾ നമുക്ക് രണ്ടാമത് വീണ്ടും റീ എൻ്റർ ഫുൾ നെയിം എന്ന് കാണാം. അവിടെ നമ്മൾ ഫുൾ നെയിം എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് നമുക്ക് കാണാം. ഇനി രണ്ടാമത് എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പെശകുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഫുൾ നെയിം ഡസ് നോട്ട് മാച്ച് എന്ന് കാണാം. ഇനി നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്തപ്പോൾ ഇതിൽ ഒരക്ഷരം മാറിയിരുന്നു. അങ്ങനെയാണെങ്കിലും ഈ നെയിം ഡസ് നോട്ട് മാച്ച് എന്ന് കാണാൻ പറ്റും. അപ്പോൾ 2 വട്ടം ടൈപ്പ് ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്യാൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 വട്ടം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സിറ്റിസൺഷിപ്പ് നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഉള്ളവരാകുമ്പം ഇന്ത്യൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ ഇവിടെ കൊടുക്കുക. ഇനി എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആദ്യം തന്നെ വർഷം ഇവിടെ സെലക്ട് ചെയ്യാണ്. ജെൻഡർ, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് അതിലേക്കൊരു OTP കൊടുക്കുക. OTP ഇവിടെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാലിഡ് ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു OTP പോകും. ഇതൊക്കെ നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ID-യും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു OTP ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ഇനി ഇവിടെ കാണുന്ന ഈ ക്യാപ്ച കോഡ് അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അക്സെപ്റ്റ് എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എൻ്റർ പാസ്വേഡ് കൺഫേം പാസ്വേഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു പുതിയ പാസ്വേഡ് കൊടുക്കണം നമ്മുടെ ലോഗിങ്ങിന് വേണ്ടിയിട്ട്. ആ പാസ്വേഡിൽ മിനിമം 8 ക്യാരക്ടർ വേണം. 15 ക്യാരക്ടർ വരെ നമുക്ക് ആവാം. അതിലൊരു അപ്പർ കേസ്, ഒരു ലോവർ കേസ്, നമ്പർ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടറും വേണം. അപ്പം ഞാൻ ഇവിടെ എൻ്റെ പാസ്വേഡ് കൊടുക്കുകയാണ്. പാസ്വേഡ് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഇനി ഡിക്ലറേഷൻ ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇതാണ് എൻ്റെ ലോഗിൻ ID. അപ്പോൾ ഈ ലോഗിൻ ID എനിക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അത് നമ്മുടെ മൊബൈലിലേക്ക് അപ്പോൾ തന്നെ SMS ആയിട്ട് വരുന്നതുമാണ്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫ്രഷർ സ്റ്റുഡൻറ്റിൽ തന്നെ വന്നിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ലോഗിൻ ID-യും നമ്മുടെ കയ്യിലുള്ള പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ലോഗിൻ ചെയ്ത് നോക്കാം. പാസ്വേഡ് അടിച്ചതിന് ശേഷം ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. NDLX49 ലോഗിൻ ചെയ്യും. അപ്പോൾ അത് ലോഗിൻ ആയിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പോപ്പപ്പ് വിൻഡോയിൽ കാണാം, യു ക്യാൻ അപ്ലൈ ഓൺലൈൻ ആഫ്റ്റർ ദ കംപ്ലീഷൻ ആൻഡ് കൺഫർമേഷൻ ഓഫ് പ്രൊഫൈൽ. പ്രൊഫൈലിൻ്റെ കംപ്ലീറ്റ് ആക്കി കൺഫേം ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ നമ്മളത് ഓക്കെ കൊടുത്തു. അത് ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്കൊരു വലിയ സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മളെ പേര് ഇവിടെ വീണ്ടും ടൈപ്പ് ചെയ്യണം, അപ്ലിക്കൻറ്റിൻ്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ അഡ്രസ്സ് ഫില്ല് ചെയ്യാനുണ്ടാവും. അതിനുശേഷം നമ്മുടെ നാഷണാലിറ്റി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക വിൻഡോ വരും. അതിനുശേഷം നമ്മുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ വരും. അതിനുശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മൾ ഈ ഒരു PG ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത് ഏതാണോ നമുക്ക് ഏറ്റവും അവസാനമുള്ളത് അത് ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഇൻകം ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. അതിനുശേഷമാണ് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. അങ്ങനെയാണ് ഫൈനൽ സബ്മിറ്റ് ആവുന്നത്.